ഓക്കെ. അപ്പോഴ് നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളത് അടുത്തൊരു ഭാഗം. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലോക്കുകളുടെ ബേസ് ആണ് എസ് പി ഡി എഫ് ഈ സംഭവമാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ഭാഗമാണ് നമുക്ക് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് എന്ന്. മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഹീറ്റ് അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി, ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതൽ. അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. ഇതൊരു ചെറിയ ക്ലാസ് പഠിക്കാനൊക്കെ പോകും. ഇതൊന്നും നമുക്ക് ഇതിനകത്ത് അങ്ങനെ പറയുന്നില്ല, ജസ്റ്റ് എന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നോൺ മെറ്റൽസ് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നതാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ. നോൺ മെറ്റൽസ് ജനറൽ ആയിട്ട് ഒന്നുകിൽ സോളിഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരേ ഒരു നോൺ മെറ്റൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോമിൻ മാത്രം. ഓക്കെ, ബ്രോമിൻ ആണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഫോമിലുള്ള ഒരേ ഒരു നോൺ മെറ്റൽ എന്ന് പറയും. അപ്പൊ മെറ്റൽസ്, നോൺ മെറ്റൽസ് നമുക്കറിയാം. പീരിയോഡിക് ടേബിളിൽ 3 ടൈപ്പ് എലമെന്റ്സ് ആണുള്ളത്, മെറ്റൽസും നോൺ മെറ്റൽസും. ഇത് കൂടാതെ മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം. മെറ്റലോയിഡ്സിന് മറ്റൊരു പേരാണ് സെമി മെറ്റൽസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ മെറ്റലോയിഡ്സ് മലയാളത്തിൽ ഉപലോകങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഈ സാധനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്, അപ്പൊ ഈ 3 വിഭാഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള 78% മെറ്റൽസ് ആണ്. കാര്യം നമ്മൾ ബ്ലോക്ക് പഠിച്ചതാണ്. എസ് ബ്ലോക്കിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും മൊത്തം മെറ്റൽസ് ആണെന്ന് പറയും. അതുകൊണ്ട് 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. അത് കംപ്ലീറ്റ് മെറ്റൽസ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ 18 ഗ്രൂപ്പുകളിൽ 12 ഗ്രൂപ്പുകളിൽ വരുന്ന മൊത്തം എലമെന്റ്സ് മെറ്റൽസ് ആണ്. അത് കഴിഞ്ഞിട്ടും നമുക്ക് അലൂമിനിയം അതുപോലുള്ള മെറ്റൽസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഏറ്റവും ഏകദേശം 78% മെറ്റൽസ് ആണ് ഇതുവരെ ഉള്ള എലമെന്റ്സിൽ ഉള്ളതെന്ന് പറയാം. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ളത് നോൺ മെറ്റൽസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവുള്ളതാണ് യഥാർത്ഥത്തിൽ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, നമ്മൾ ആഴ്സനിക്, അങ്ങനെയൊക്കെയുള്ള കുറെ എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് അതായത് ഒരു ഏകദേശം ഒരു 10 എലമെന്റ്സോളം ഒക്കെ വരത്തുള്ളൂ അപ്രോക്സിമേറ്റ്ലി. അപ്പൊ അത് മെറ്റലോയിഡ്സ് ആണ്. ജെർമേനിയം, സിലിക്കണും ഒക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന സെമി കണ്ടക്ടേഴ്സിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എലമെന്റ്സ് ആണ് യഥാർത്ഥത്തിൽ ജെർമേനിയം, സിലിക്കൺ. അപ്പൊ ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമ്മൾ കെമിസ്ട്രിയുടെ ബേസ് പറയാൻ നേരത്ത് അത് മെറ്റലോയിഡ് ആയിട്ട് അല്ലെങ്കിൽ സെമി മെറ്റൽസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ്സ് വിച്ച് ആർ ഷോയിങ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് ഷോ ചെയ്യുന്ന എലമെന്റ്സിനെ പറയുന്ന പേരാണ് മെറ്റലോയിഡ്സ് അഥവാ സെമി മെറ്റൽസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ അത് എണ്ണം വളരെ കുറവാണ്. അപ്പൊ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും കുറവ് ഉള്ള വിഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മെറ്റലോയിഡ്സ് അഥവാ സെമി മെറ്റൽസ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗമാണെന്ന് പറയും. ഓക്കെ. അത്രയേ ഉള്ളൂ ആ ഒരു ഭാഗം. ഇനി അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ. പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിനകത്ത് തന്നെ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് റേഡിയസ്. ഓക്കെ. അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസിന്റെ 2 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവാലന്റ് റേഡിയസും അടുത്തത് മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ്. ഓക്കെ. ഇത് രണ്ടും മുമ്പ് ഉപയോഗിച്ചിരുന്ന ടേമുകളാണ്. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അറ്റോമിക് റേഡിയസ് മാത്രമേ ഉള്ളൂ. കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ടെസ്റ്റിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ക്ലോറിൻ എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ആണ് ടെസ്റ്റിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലോറിൻ ടെസ്റ്റിലെ എക്സാമ്പിൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിന്റെ 2 ആറ്റങ്ങൾ തമ്മിൽ ചേർന്നാണ് ക്ലോറിന്റെ ഒരു മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഡയറ്റോമിക് ആണ്, ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ് പറയുന്നത്. ഈ ക്ലോറിന്റെ 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 198 pm ആണ്. ഓക്കെ. pm എന്ന് പറഞ്ഞാൽ പൈക്കോമീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ. pm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പറയുന്നത് പൈക്കോമീറ്റർ. ഓക്കെ. 198 pm ആണ് ഇതിന്റെ 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് പറയാം. ഇതിന്റെ ഹാഫ്, ഓക്കെ, ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആറ്റംസ് ഇൻ എ മോളിക്യൂൾ, അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ 99 pm എന്ന് പറയും. ഓക്കെ. ഇതാണ് യഥാർത്ഥത്തിൽ ക്ലോറിന്റെ കോവാലന്റ് റേഡിയസ് ആയിട്ട് പറയാം. ക്ലോറിന്റെ 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ്, അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കോവാലന്റ് റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ സിംഗിൾ ബോണ്ട് വഴിയാണ് യഥാർത്ഥത്തിൽ ക്ലോറിൻ ഉണ്ടായിരിക്കുന്നത്. സിംഗിൾ ബോണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഏകബന്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഏകബന്ധം. ഓക്കെ. അപ്പൊ ആ സിംഗിൾ ബോണ്ടിന്റെ ബേസിൽ ഉണ്ടായിരിക്കുന്ന ഈ ക്ലോറിന്റെ മോളിക്യൂളിനകത്തുള്ള 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 198 pm എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ് യഥാർത്ഥത്തിൽ ക്ലോറിന്റെ കോവാലന്റ് റേഡിയസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ 198ന്റെ പകുതിയായിട്ട് പറയുമ്പോൾ 99 pm എന്ന് പറയും. ഓക്കെ. അതുപോലെ തന്നെ
നമുക്ക് ഇതിനകത്ത് അടുത്ത പഠിക്കാനുള്ള മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നൊരു ടേം പറയാം. അതായത് കോപ്പറിന്റെ രണ്ട് ആറ്റങ്ങൾ. ഓക്കെ, കോപ്പറിന്റെ രണ്ട് ആറ്റങ്ങൾ. ഈ ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 256 pm എന്ന് പറഞ്ഞ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 256 എന്ന് പറയുന്ന ഒരു വാല്യൂ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ കാണാൻ പഠിക്കണം നോക്കൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു 256 pm. അതിന്റെ ഹാഫ് ആണ് യഥാർത്ഥത്തിൽ 128 pm എന്ന് പറയാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് അതായത് അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് കോപ്പർ ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 256 pm എന്ന് പറയുന്നത്. ഇതിന്റെ ഹാഫ് ആണ് 128 pm. ഇതാണ് യഥാർത്ഥത്തിൽ കോപ്പറിന്റെ മെറ്റാലിക് റേഡിയസ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ കോവാലന്റ് റേഡിയസും മെറ്റാലിക് റേഡിയസും നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അറ്റോമിക് റേഡിയസ് ആണ്. അറ്റോമിക് റേഡിയസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പോർഷൻ തൊട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. The distance between the center of the nucleus and the outermost shell of an atom is called its atomic radius എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പിന്നീട് പഠിച്ചാലും മതി, വായിച്ച് കുറച്ച് മലയാളത്തിൽ അത് അറിഞ്ഞിരിക്കുക. അതായത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പോർഷൻ തൊട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് പറയാൻ കാരണം നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതിന് നമ്മൾ സർക്കിളിന്റെ സെന്റർ തൊട്ട് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് എവിടത്തേക്കായിരുന്നാലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇത് ആറ്റത്തിന് സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പം ഇത് കറക്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഈ അറ്റോമിക് റേഡിയസ് ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറ്റോമിക് സൈസ് ആണ്. ഓക്കെ, അറ്റോമിക് സൈസ്, അറ്റോമിക് റേഡിയസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇൻഡിക്കേറ്റിംഗ് ദി അറ്റോമിക് സൈസ് ഓഫ് ആൻ ആറ്റം എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അതായത് അറ്റോമിക് റേഡിയസ് ഉപയോഗിച്ച് കണക്കാക്കുന്നത് അറ്റോമിക് സൈസ് ആണ്. ആറ്റത്തിന്റെ വലിപ്പം പറയാനാണ് യഥാർത്ഥത്തിൽ അറ്റോമിക് റേഡിയസ് യൂസ് ചെയ്യുന്നത്. ഈ അറ്റോമിക് റേഡിയസ് വളരെ കുറവ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രജൻ അറ്റോമിക് റേഡിയസ് വളരെ കുറവാണ്, ആകെ ഒരു ഷെല്ലിൽ. ഓക്കെ, അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് കറക്റ്റ് അറ്റോമിക് റേഡിയസ് ഈ ഒരു ഡിസ്റ്റൻസ് വരത്തുള്ളൂ. നമ്മളിപ്പോ ജസ്റ്റ് വരച്ച് കാണിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അറ്റോമിക് റേഡിയസ് വളരെ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അറ്റോമിക് സൈസും വളരെ കുറവായിരിക്കും. അപ്പൊ അറ്റോമിക് റേഡിയസ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അറ്റോമിക് റേഡിയസ് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ വലിപ്പം കുറയും. ഇതാണ് ഇതിന്റെ സംഭവം. ഓക്കെ, അപ്പൊ അതും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അതാണ് നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് അറ്റോമിക് റേഡിയസ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സംഭവങ്ങളാണ് കോവാലന്റ് റേഡിയസും മെറ്റാലിക് റേഡിയസും. അതുകൊണ്ടാണ് ഞാൻ ആ സംഭവങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞത്. യഥാർത്ഥം നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ടേം അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്ന സംഭവമാണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് രണ്ടാമത്തെ ടേമാണ് അയോണിക് റേഡിയസ് എന്ന് പറയും. ഓക്കെ, അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ റേഡിയസ് ആണ്. അതുപോലെ തന്നെ അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ അയോണിന്റെ റേഡിയസ് എന്നുള്ള ഒരു ബേസ് വെച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് തന്നെ നമ്മൾ അയോൺസ് എന്താണെന്ന് അറിയാം. അപ്പൊ ചാർജ്ഡ് ആറ്റംസ് ആർ കാൾഡ് അയോൺസ് എന്നാണ് പറയുന്നത്. അതായത് ചാർജുള്ള ആറ്റങ്ങളെ പറയുന്ന പേരാണ് അയോൺസ്. ചാർജ് നിങ്ങൾ ഫിസിക്സിൽ നമ്മൾ ബേസ് ആയിട്ട് ചാർജ് പഠിക്കുന്നത്. അത് രണ്ട് ടൈപ്പ് ചാർജ് പറയുന്നത്, പോസിറ്റീവും പറയും നെഗറ്റീവും പറയും. പോസിറ്റീവ് ചാർജുള്ള അയോൺ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് പോസിറ്റീവ് ചാർജ് അയോൺ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇതിന്റെ ബേസ്. അല്ല അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. കാറ്റയോൺസ് എന്ന് പറയും. അതിനകത്ത് കാറ്റയോൺസും ഉണ്ട് ആനയോൺസും ഉണ്ട്. നമ്മൾ അയോൺസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു എന്ന് പറയും. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ കാൾഡ് കാറ്റയോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ കാൾഡ് ആനയോൺസ് എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു അയോണിക് ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് NaCl എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. Na പ്ലസും Cl മൈനസും. ഇത് ചെറിയ ക്ലാസ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇതൊരു അയോണിക് ക്രിസ്റ്റൽ ആണ് NaCl. ഇതിന്റെ അകത്ത് കാറ്റയോണും ആനയോണും ഇടയ്ക്കുള്ള ആ ഡിസ്റ്റൻസിനെയാണ് യഥാർത്ഥത്തിൽ അയോണിക് റേഡിയസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഇൻ ആൻ അയോണിക് ക്രിസ്റ്റൽസ് ഈസ് കാൾഡ് അയോണിക് റേഡിയസ് എന്നാണ് ടെസ്റ്റിൽ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാറ്റയോണിനും ആനയോണിനും ഇടയ്ക്കുള്ള ആ ഒരു റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അയോണിക് റേഡിയസ് എന്നുള്ള ടേം വെച്ച് സൂചിപ്പിക്കും. ഓക്കെ, ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഒരു രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നെങ്കിലും ഒറ്റ കണ്ടീഷന്റെ രണ്ട് ഭാഗമായിട്ടാണ് പറയുന്നത്. അതായത് cations are always smaller than its parent atom and anions are always bigger than its parent atom. നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് ഈ കാറ്റയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ പാരന്റ് ആറ്റത്തിനെ കാട്ടി ചെറുതായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ Na പറയും. Na യുടെ അറ്റോമിക് നമ്പർ 11 ആണ്. നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ 281. ഓക്കെ,
Na പ്ലസ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ഒരു ഇലക്ട്രോൺ പോയിട്ടാണ് ഈ Na പ്ലസ് ആയിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനകത്ത് 2 ഷെല്ലുകൾ, ഇവിടെ 3 ഷെല്ലുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയാൻ നേരത്ത് ഈ പോസിറ്റീവ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 11 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ 11 പ്രോട്ടോണും ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ചാർജിന്റെ എണ്ണം തുല്യമാണ്, ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10 ഇലക്ട്രോണേ ഉള്ളൂ. 10 ഇലക്ട്രോണ് തുല്യമായിട്ട് നമ്മൾ 10 പ്രോട്ടോൺ മാത്രമേ പറയത്തുള്ളൂ. അതിനകത്ത് ഒരു പ്രോട്ടോൺ എക്സസ് ആയിട്ട് നിൽക്കുക. ആ ഒരു പ്രോട്ടോണിന്റെ ചാർജ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് Na പ്ലസ് ആയിട്ട് മാറും. യഥാർത്ഥത്തിൽ പോസിറ്റീവ് ചാർജ് കൂടുന്നു എന്ന് പറയപ്പെടുന്നത് ന്യൂക്ലിയസിന്റെ പവർ കൂടുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ന്യൂക്ലിയസിലുള്ളത് ആറ്റത്തിൽ. പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഷെല്ലുകളിലാണ്. നമുക്ക് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇലക്ട്രോൺസിന്റെ ബേസിലാണ്. കാര്യം കെമിക്കൽ റിയാക്ഷൻ പറയുന്ന മൊത്തം ന്യൂക്ലിയസ് വെച്ചുകൊണ്ടല്ല, ഷെല്ലുകൾ വെച്ചുകൊണ്ടുള്ള ഇന്ററാക്ഷൻ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ റിയാക്ഷന്റെ ബേസ് ആയിട്ട് പറയുന്നത്. പക്ഷേ ന്യൂക്ലിയസിൽ നിൽക്കുന്ന ഈ പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനേക്കാളും കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പവറിന് ഒരു പ്രിഡോമിനൻസ് അവിടെ കിട്ടുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ ആറ്റത്തിന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ അയോണിന് കിട്ടും. അപ്പം കൂടുതലായിട്ട് നമ്മൾ ആ ഔട്ടർ ഷെല്ലിലേക്ക് ഇലക്ട്രോൺസിന്റെ മേലെ അട്രാക്ഷൻ ഈ പറഞ്ഞ ന്യൂക്ലിയസ് കൊടുക്കും. നമുക്കറിയാം ഓപ്പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അട്രാക്ട് ചെയ്യണേ. അപ്പൊ അട്രാക്ട് ചെയ്ത് മാക്സിമം ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഉള്ളിലേക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു ടെൻഡൻസി ഇവിടെ കൂടുതലായിരുന്നു. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും ഈ 8 ഇലക്ട്രോൺസിനും വിട്ടുപോകാനുള്ള ഒരു ടെൻഡൻസി, വലിഞ്ഞു നിൽക്കാനുള്ള ടെൻഡൻസി കിട്ടത്തില്ല. ഇത് ഉള്ളിലേക്ക് കറക്റ്റ് അതായത് കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ Na എന്ന് പറയുന്നതാണ് ഇതിന്റെ പാരന്റ്. പാരന്റ് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് ഈ സ്പീഷീസ് ഏതിൽ നിന്നാണോ ഉണ്ടാവുന്നത് അതാണ് ഇവിടെ പാരന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ Na എന്ന് പറയുന്ന ആ സോഡിയത്തിന്റെ ആറ്റത്തിനെക്കാട്ടി എപ്പോഴും സൈസ് കുറവായിരിക്കും Na പ്ലസ് എന്ന് പറയുന്ന അയോൺ എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. അതൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ഇതിന്റെ അതർ സൈഡ്, നമ്മൾ അടുത്തൊരു സൈഡ് പറയുമ്പോൾ ഇതേപോലെ തന്നെ ആനയോൺ, ബട്ട് ആനയോൺസ് ആർ ആൾവേസ് ബിഗർ ദാൻ ഇറ്റ്സ് പാരന്റ് ആറ്റം. നമുക്ക് ഈ സാധനം തന്നെ എടുത്തോട്ട് പറയാം. ഓക്കെ, നമ്മളിപ്പോ പുതിയ പുതിയ സാധനങ്ങൾ പറയണമെന്നില്ല. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17 ആണ്, 287 ആണ്. അപ്പൊ ക്ലോറിന്റെ അയോൺ എന്ന് പറയുന്നത്, അതായത് ക്ലോറൈഡ് അയോൺ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ 288 എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ 17 പ്രോട്ടോണും 17 ഇലക്ട്രോണുമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ 17 പ്രോട്ടോണേ വരത്തുള്ളൂ. പക്ഷെ ഈ ഒരു ഇലക്ട്രോൺ കൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ 18 ഇലക്ട്രോൺ. അപ്പം ആറ്റത്തിന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ എഫക്റ്റ് ആണ് കൂടുതൽ. ഇതിനകത്ത് 7 ഇലക്ട്രോൺ നിന്ന ഷെല്ലിലേക്കാണ് ഒരു ഇലക്ട്രോൺ കൂടെ തള്ളിക്കയറി നിൽക്കുന്നത്. നിൽക്കാൻ നേരത്ത് ഈ ഇലക്ട്രോണുകൾക്കെല്ലാം നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഒരേ കണക്കുള്ള ചാർജ് വന്നാൽ റിപ്പൽ ചെയ്യുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ റിപ്പൾഷൻ ആൾറെഡി ഉണ്ട് അതിനകത്ത്. ഒരു ഇലക്ട്രോൺ കൂടെ കയറി വരാൻ നേരത്ത് കുറെ കൂടെ റിപ്പൾഷൻ ആവും. ഓക്കെ, നമ്മളിപ്പം 4 പേര് ഇരിക്കുന്ന ബെഞ്ചിൽ 5 പേര് വന്നിരുന്നു കഴിഞ്ഞാൽ അത്രയും ഒരു കംഫർട്ട് ആയിട്ട് ഇരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ തന്നെ ഈ 7 എണ്ണം ഇപ്പോൾ ആൾറെഡി അത് തമ്മിൽ റിപ്പൾഷൻ ഉണ്ട്. ആ ഭാഗത്തേക്ക് അതേ ചാർജുള്ള ഒരു സാധനം വീണ്ടും വരും. അപ്പൊ 8 എണ്ണം. അപ്പം ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇലക്ട്രോൺ റിപ്പൾഷൻ. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് സ്വാഭാവികമായിട്ടും ആ ഷെല്ല് ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കാനുള്ള ആ ടെൻഡൻസി കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആറ്റത്തിനെക്കാട്ടി വലിപ്പം ഈ പറഞ്ഞ അയോണിന് ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇലക്ട്രോൺ റിപ്പൾഷൻ എന്നതാണ് ഇവിടുത്തെ അതിന്റെ റീസൺ. ഓക്കെ, അപ്പൊ അതും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ എപ്പോഴും കാറ്റയോൺസ് ആർ ആൾവേസ് സ്മാളർ ദാൻ ഇറ്റ്സ് പാരന്റ് ആറ്റം നമുക്ക് പറയാം. അതുപോലെ തന്നെ ആനയോൺസ് ആർ ആൾവേസ് ബിഗർ ദാൻ ഇറ്റ്സ് പാരന്റ് ആറ്റം എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഫർദർ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടേമാണ്. അത് ഇപ്പോഴത്തെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണേ ആ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ടേമാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം പാഠമുള്ളതല്ല, അത് പലരും അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. എക്സാമിന് ഒരുപാട് തവണ ചോദിക്കുന്നതാണെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ് എന്നത് മാത്രമേ ഉദ്ദേശിക്കാം. അതായത് ഭയങ്കര പാടുള്ള സംഭവമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന കുറെ സംഭവങ്ങൾ, ഞാൻ ഇപ്പൊ Na പ്ലസ് എഴുതുന്നു, Mg2+ എഴുതുന്നു, Al3+ എഴുതുന്നു, അതുപോലെ തന്നെ നിയോൺ എഴുതുന്നു, ഇതുപോലെ O2- എഴുതുന്നു, F- എഴുതുന്നു. ഓക്കെ, ഇതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് പറയാം. ഓക്കെ,
ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ സോഡിയത്തിന്റെ നേരത്തെ പറഞ്ഞായിരുന്നു, എല്ലാത്തിന്റെയും കൂടെ കോൺഫിഗറേഷൻ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്, 281 എന്ന്. അതിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോൺ പോയിട്ടാണ് Na+ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആണ്. അതിനൊക്കെ Mg2+ എന്ന് പറയുമ്പോൾ 12 ആണ് അറ്റോമിക് നമ്പർ. അതിന് 2 ഇലക്ട്രോൺ പോകാൻ നേരത്ത് അതും 10 ആണ്. ഇതിന്റെ 13 ആണ് അറ്റോമിക് നമ്പർ. ആ അറ്റോമിക് നമ്പറിൽ 3 ഇലക്ട്രോൺ പോകാൻ നേരത്ത് കറക്റ്റ് ഇതിന്റെ 10 ആണ്. നിയോണിന്റെ ആൾറെഡി 10 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്സൈഡ് അയോൺ എന്ന് പറയുന്നതിനകത്ത് ഓക്സൈഡിന്റെ അറ്റോമിക് നമ്പർ 8 ആണ്, 26 എന്ന് എഴുതുന്നത്. 2 ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അവിടെ 10 ഇലക്ട്രോൺ. ഇവിടെ നമ്മൾ എഴുതാൻ നേരത്ത് 27 ആണ്, 1 ഇലക്ട്രോൺ കൂടെ സ്വീകരിക്കുമ്പോൾ അവിടെ 10 ഇലക്ട്രോൺ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാം. അതായത് ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കാൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയാം. ഓക്കെ, ഇത്രയുള്ള അതിന്റെ ആൻസർ. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ എഴുതേണ്ടത്. മിക്കപ്പോഴും ഇത് ഇപ്രാവശ്യം ചോദിച്ചാൽ എനിക്കൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട്, അത് തിരിച്ചാണ് ചോദിച്ചത്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് എക്സാമ്പിൾ എഴുതാനാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നിങ്ങൾ കാണാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇത് മാത്രമേ ടെസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ടെസ്റ്റ് അല്ലാതെ നമുക്ക് ഒരു പോയിന്റോടെ വേണമെങ്കിൽ പറയാം. ഇതേ കണക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മൾ K+ പറയാം. ഓക്കെ, K+ പറയാം, അല്ലെങ്കിൽ നമുക്ക് Ca2+ പറയാം, അല്ലെങ്കിൽ നമുക്ക് ആർഗൺ പറയാം. ഓക്കെ, ഈ 3 സാധനം ഇത് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നുള്ള ലെവലിൽ പറയാം. കാര്യം പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്, 2881 ആണ്. ഇതിൽ 1 ഇലക്ട്രോൺ പോയിട്ടാണ് ഈ K+ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിന്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം 18 ആണ് ഇവിടെ വരുന്നത്. ഈ കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്, അപ്പൊ 2882 എന്നാണ് വരുന്നത്. 2 ഇലക്ട്രോൺ പോയിട്ടാണ് Ca2+ ആവുന്നത്. അപ്പൊ ഇവിടെയും യഥാർത്ഥത്തിൽ 18 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ആർഗണിന് ആൾറെഡി അറ്റോമിക് നമ്പർ 18 ആണ്. ഓക്കെ, അപ്പൊ ഇതും വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് പറയാം, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നുള്ള രീതിയിൽ പറയാം. ഇത് പക്ഷെ ടെസ്റ്റ് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ അതുകൂടെ എക്സാമ്പിൾ പറയുന്നതേ. നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന ആദ്യം പറഞ്ഞത്. ഇതും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം. വേണമെങ്കിലല്ല, അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് കാര്യം. പക്ഷെ ഇതിന് കൂടുതൽ എക്സാമ്പിൾ പറയുന്നതിനെക്കാട്ടി കുറെ കൂടെ വ്യക്തത ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 5-6 ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എക്സാമ്പിൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാമ്പിൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. സിമ്പിൾ ഡെഫിനിഷൻ ആണ്, ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കാൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ Na+, Mg2+, Al3+, NeO2-, F- ആൾ ഹാവ് എന്തെന്ന് പറയാം 10 ഇലക്ട്രോൺസ് എന്ന് പറയാം. ഓക്കെ, ഇതിനെല്ലാം ഉള്ളത് 10 ഇലക്ട്രോൺ ആണെന്ന് പറയാം. ഈ സ്പീഷീസിന്റെ പ്രത്യേകത പേരാണ് നമ്മൾ പറഞ്ഞത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത പഠിക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് അറ്റോമിക് റേഡിയസ്, രണ്ടാമത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് അയോണിക് റേഡിയസ് എന്ന് പറയുന്ന സംഭവം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കാറ്റോണിന്റെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഒക്കെ പറയാം. ഇനി പഠിക്കാനുള്ള 3ാമത്തെ സംഭവമാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സംഭവം തന്നെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം. ഓക്കെ, ആ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും 1 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായ ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഈ അയണൈസേഷൻ എൻതാൽപ്പിയെ നമ്മൾ ഡിനോട്ട് ചെയ്യും. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സിൽ വരുന്ന ഒരു ടേമാണ്. ഓക്കെ, നമ്മൾ ΔH എന്നാണ് ചേഞ്ച് ഇൻ എൻതാൽപ്പി സാധാരണ പറയുന്ന ΔH എന്ന് പറയുന്ന ഒരു ടേം വെച്ചാണ് സൂചിപ്പിക്കുന്നത്. H എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി എന്ന് പറയുന്ന ഒരു ടേമാണ്. അതിനകത്ത് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി ആയതുകൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്ന ΔIH എന്ന് പറയുന്ന ടേം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ΔH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ഇവിടെ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി, അപ്പൊ ΔIH എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ജനറലായിട്ട് യൂണിറ്റ് പറയുന്നത് kJ/mol. kJ/mol എന്ന് പറയുന്ന യൂണിറ്റിലാണ് അയണൈസേഷൻ എൻതാൽപ്പി മെഷർ ചെയ്യുന്നത്. അതുപോലെ ഒരു പോയിന്റോടെ പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ആൾവേസ് പോസിറ്റീവ് എന്ന്. കാര്യം എപ്പോഴും നമ്മൾ നിങ്ങൾക്കറിയാം ഇത് തെർമോഡൈനാമിക്സ് പഠിക്കുന്നതാണ്. ΔHന്റെ വാല്യൂ നെഗറ്റീവ് വരുന്നത് എക്സോതെർമിക് റിയാക്ഷനിലും പോസിറ്റീവ് വരുന്നത് എൻഡോതെർമിക് റിയാക്ഷനിലുമാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം നമ്മൾ പറയാം. അപ്പൊ എപ്പോഴും ഇതിനകത്ത് അബ്സോർബ് ചെയ്യുന്ന എനർജിയുടെ കണക്കാണ് ഈ അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ആൾവേസ് പോസിറ്റീവ് എന്ന് ടെസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞു വെച്ചു. ഇത്രയും ഇതിന്റെ ബേസ് ആയിട്ടുള്ള സംഭവമാണ് ഡെഫിനിഷനും ഈ യൂണിറ്റും അതിന്റെ ടേമും. ഇനി അടുത്തത് ഇതിനകത്ത് ഒരു കമ്പാരിസൺ ഒരു സംഭവമുണ്ട്.
അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം. ഓക്കെ, ഈ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ്, അല്ലെങ്കിൽ അവിടെ റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ലീസ്റ്റ് എനർജി പറയുന്നത് അയനൈസേഷൻ എന്താൽപ്പി. ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സാധനം ആ എക്സ് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന എനർജിയാണ് നമ്മൾ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയും. ഓക്കെ, അതായത് ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന അവിടെ ഉണ്ടാകുന്ന എന്താൽപ്പി ചേഞ്ച് ആണ് ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി. അത് കഴിഞ്ഞിട്ട് എക്സ് പ്ലസ് എന്ന് പറയുന്ന സാധനം ഇവിടെ നിൽക്കുകയാണ്. ഇതിന്ന് വീണ്ടും ഒരു ഇലക്ട്രോണിനെ വേണമെങ്കിൽ എനർജി കൊടുത്തുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യും. അപ്പോഴും ഉണ്ടാവുന്ന ആ എന്താൽപ്പി ചേഞ്ചിനാണ് നമ്മൾ സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയും. ഓക്കെ, ഇനി ഈ x2 പ്ലസ് എന്ന് വീണ്ടും ഒരെണ്ണം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അപ്പോഴും നമ്മൾ പറയുന്നതാണ് തേർഡ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയും. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ അറിഞ്ഞു ചെയ്യുക. ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി, തേർഡ് അയനൈസേഷൻ എന്താൽപ്പി. നമ്മൾ ഇതിനകത്ത് ഒരു കമ്പാരിസൺ പറയുന്നത് ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി കാട്ടി കൂടുതലായിരിക്കും സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി, അതിനെക്കാട്ടിയും കൂടുതലായിരിക്കും തേർഡ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയും. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി ആൻഡ് തേർഡ് അയനൈസേഷൻ എന്താൽപ്പി ഈസ് always greater than that of first ionization enthalpy and second ionization enthalpy എന്നാണ് ആ ഒരു ടേം നമ്മൾ പറയും. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. കാര്യം ഇത് ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ്. ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ നമുക്ക് ഒരു പരിധി വരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ കണ്ടീഷൻ വെച്ച് എക്സ് പ്ലസ് ആയിട്ടാണ് ഇവിടെ മാറുന്നത്. പോസിറ്റീവ് ചാർജ് ഡിനോട്ട് ചെയ്യുന്നത് ന്യൂക്ലിയസിന്റെ പവറിനെ. ന്യൂക്ലിയസിന് പവർ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ പോസിറ്റീവ് എഫക്ട് കൂടാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിന് മേലുള്ള ഇന്ററാക്ഷൻ കൂടെ. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് അതിൽ നിന്ന് നമുക്ക് ഇവിടെ കൊടുത്ത അതേ എനർജി കൊടുത്താൽ ഇതിൽ നിന്ന് ആൾറെഡി പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സാധനത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പിയെ വേണ്ടി എപ്പോഴും വാല്യൂ കൂടുതലായിരിക്കും സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി. ഇവിടെ x2+ ആയിട്ട് മാറി. രണ്ട് പോസിറ്റീവ് ചാർജ്, ഈ പോസിറ്റീവ് ചാർജ് ഒരെണ്ണം വന്നപ്പോൾ തന്നെ ന്യൂക്ലിയസിന്റെ പവറാണ് ഡിനോട്ട്. രണ്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും അതിന്റെ പവർ കൂടുതലും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത എനർജി മതിയാവത്തില്ല, കുറെ കൂടെ അധികം എനർജി എന്ത് ചെയ്യണം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പിയെ കാട്ടി ഹയർ ആയിരിക്കും തേർഡ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്ന രേഖ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അയനൈസേഷൻ എന്താൽപ്പി ഏറ്റവും കുറവുള്ള എലമെന്റ്സ് എന്ന് പറയുന്ന ആൽക്കലി മെറ്റൽസ് ആണ്, എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതുപോലെ അയനൈസേഷൻ എന്താൽപ്പി ഏറ്റവും കൂടുതലുള്ളത് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസിനാണ്. ഓക്കെ, നോബിൾ ഗ്യാസ്. കാര്യം എത്ര എനർജി കൊടുത്താലും ഇതിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നോബിൾ ഗ്യാസിനാണ് ഏറ്റവും അയനൈസേഷൻ എന്താൽപ്പി കൂടുതൽ. നോബിൾ ഗ്യാസ് ഇല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അയനൈസേഷൻ എന്താൽപ്പി ഉള്ളത് ഹാലജൻസിനാണ്. ഓക്കെ, ഹാലജൻസ്. അതുപോലെ തന്നെ അയനൈസേഷൻ എന്താൽപ്പിയുടെ വേരിയേഷൻ നമ്മൾ പറയുന്നത് ഒരു ഗ്രൂപ്പിൽ എപ്പോഴും മോളിൽ താഴോട്ട് എടുത്തോളും അയനൈസേഷൻ എന്താൽപ്പിയുടെ വാല്യൂ കുറയും. ഓക്കെ, ഡിക്രീസ് ചെയ്യണേന്ന്. അതുപോലെ പീരീഡിലാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ഏത് പീരീഡ് എടുത്താലും അയനൈസേഷൻ എന്താൽപ്പിയുടെ വാല്യൂ കൂടും. അതിന് കാരണം ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് നമ്മൾ അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്ന ആ ഒരു ടേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ.